ധ്യാൻചന്ദ് ഒക്കെ നമ്മൾ ഇങ്ങനെ ഹോക്കിയുടെ ദൈവം ആണെന്നുള്ളതാണ് നമുക്കറിയുന്നത്. ഈ ധൻരാജ് പിള്ള സാറൊക്കെ കളിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ ഹോക്കി അഡ്മയർ ചെയ്യുന്ന ഒരു ടൈമാണ്. ഇപ്പം ഞങ്ങൾ വീണ്ടും കളിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ കളിക്കാൻ പോകുന്ന ടൂർണമെന്റിൽ പുള്ളി വേറെ ടീമിൽ വന്ന് കളിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അഡ്മിറേഷൻ അവിടെ ഉണ്ട്. പിന്നെ PR ശ്രീജേഷ് വരുന്നതിന് മുന്നേ എറണാകുളത്തു നിന്ന് ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് ദിനേശ് നായിക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ കളിക്കുന്ന ഒരാൾ ഒളിമ്പ്യനാണ് ഹോക്കി കളിക്കുന്നത്, ദിനേശ് നായിക്. അപ്പോൾ അഡ്മയർ ചെയ്യാന്ന് പറഞ്ഞാൽ അഡ്മിറേഷൻ ഇപ്പൊ ഹർമൻപ്രീത് ശരിക്കും ഞങ്ങൾ ആരാധിക്കുന്ന ഒരു ഹോക്കി പ്ലെയറാണ്. അതേപോലെ വിമൻ ആണെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കേരളത്തിലെ പ്ലെയർ എന്ന് പറയാനായിട്ട് ഒരു കെ ബിന്ദു ഞങ്ങൾ കളിക്കുന്ന കാലത്ത് ഞങ്ങളുടെ കൂടെ കളിക്കുന്ന ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. അന്ന് ജൂനിയർ ഇന്ത്യ കളിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ആരാധന തോന്നിയിരിക്കുന്നത് ധൻരാജ് പിള്ളയോട് തന്നെയാണ്. എങ്ങനെയാ കളിക്കണേന്ന് അറിയില്ല, ഭയങ്കര വണ്ടർഫുള്ളായിട്ട് കളിക്കും. നമ്മൾ ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തിത്വമാണ് പുള്ളി. ഹോക്കി പോകുന്നു, അതായത് 10ാം ക്ലാസ്സുകാരിയായ ഷീന ഹോക്കി കളിക്കാൻ പോകുന്നു. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന ഫാമിലിയുടെ സപ്പോർട്ട്, അച്ഛനമ്മ ഒക്കെ എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വില്ലിംഗ്ടൺ ഐലൻഡ് കേട്ടിട്ടുണ്ടോ? വില്ലിംഗ്ടൺ ഐലൻഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ബിക്കോസ് എൻ്റെ പേരൻസ് രണ്ടുപേരും കൊച്ചിൻ പോർട്ടാണ്. പപ്പ മിലിറ്ററി റിട്ടയർഡ്, പക്ഷെ കൊച്ചിൻ പോർട്ടിൽ. അപ്പം തൊട്ടടുത്ത സ്കൂള് ഞങ്ങൾക്ക്. ആ ഐലൻഡിനകത്ത് തന്നെ എല്ലാം, സ്കൂള്, ഹോസ്പിറ്റല്, ചേർച്ച് എല്ലാം. എങ്ങും പോകാനൊന്നുമില്ല. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഐദർ ബോട്ട് പിടിക്കണം, ഇല്ലെങ്കിൽ ഒരു ബസ്സാണുള്ളത്, ആ ബസ് കയറി പോകണം. അപ്പോൾ വിത്തിൻ ആ ലിമിറ്റഡ് സിറ്റി ഇതിൻ്റെ അകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് സ്കൂളിലെ സ്പോർട്സിനൊക്കെ ഞങ്ങൾ ഭയങ്കര ആക്റ്റീവാണ്. എൻ്റെ പപ്പ സർവീസസിൻ്റെ ബാസ്കറ്റ് ബോൾ പ്ലെയറാണ്. മമ്മി ഷോർട്ട് പുട്ട് കൊച്ചിൻ പോർട്ടിന്റെ വെറ്ററൻ ടൂർണമെന്റ് ഇതിന് വരെ അത്ലറ്റിക്സിന് വരെ പോയിട്ടുണ്ട്. ചേച്ചി ഒരു നാഷണൽ പ്ലെയർ ആണ്, ടെന്നിക്കോയിറ്റിന്റെ. അനിയത്തി സെൻട്രൽ സാസിലെ സ്പോർട്സ് താരമാണ്. ഫാമിലിയാണ്. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ഹോക്കി താരത്തെയാണ്. എൻ്റെ ഹസ്ബൻഡ് സക്രിയ കെട്ടിക്കാരൻ, മകനും ഒരു ഹോക്കി പ്ലെയർ ആണ്, ജോയൽ. അപ്പോൾ അങ്ങനെയാണ് സ്പോർട്സിനോട് പൊതുവേ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഹോക്കി കാരണമാണ് ശരിക്കും പറഞ്ഞാൽ 10ലൊക്കെ ഞങ്ങൾ KVന്ന് വന്നിട്ട് മലയാളം അറിയില്ല, അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് മാർക്കൊക്കെ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അഡ്മിഷൻ കിട്ടിയത് ഷേണായി സാർ വിചാരിച്ചുകൊണ്ട് മാത്രമാണ് UC കോളേജിൽ സ്പോർട്സിൻ്റെ ഇതിലാണ് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ പേരൻസിൻ്റെയും തോട്ട് പഠിത്തമോ നടക്കുന്നില്ല, എന്നാൽ കളി വഴിയെങ്കിലും അത് രക്ഷപ്പെട്ടു പോകുന്നെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല സപ്പോർട്ടായിരുന്നു. പപ്പയൊക്കെ കളി നടക്കുന്നിടത്ത് വരുമായിരുന്നു. ബിക്കോസ് അവരും സ്പോർട്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. ഇപ്പൊ നിങ്ങൾ ഈ ഫാമിലി മൊത്തത്തിൽ സ്പോർട്സിലാവുമ്പോ എങ്ങനെയാ നിങ്ങൾ സംസാരിക്കുമ്പോ മൊത്തം ഫാമിലിയില് അതാ മിക്കവാറും വരിക സ്പോർട്സ് റിലേറ്റഡ് ആയിരിക്കും. പ്രത്യേകിച്ച് ഹോക്കി ഇല്ല, അത് ഞങ്ങളുടെ ബ്ലഡാണ്. ഞങ്ങൾ ബ്രീത്ത് ചെയ്യുന്നത് തന്നെ ഹോക്കി സ്പോർട്സ് ആണ്.